ഇന്നത്തെ ക്ലാസ് വരുന്നത് ഗ്രിഡ്സാണ്. ഗ്രിഡ്സിൻ്റെ തന്നെ 2 പാർട്ടായിട്ട് ഞാൻ ഇടാൻ പോണത്. ആദ്യത്തെ പാർട്ടിയുടെ ഇത്. അപ്പം ആദ്യം തന്നെ നമുക്ക് ഒരു ബോക്സ് വരക്കാം. ബോക്സ് വരച്ചിട്ട് ചെരിച്ചിട്ട് ഒരു ഡബിൾ ലൈൻ കൊടുക്കുക ആദ്യം. അങ്ങനെ ഒരു 3 ഡബിൾ ലൈന് ചെരിച്ചിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഓപ്പോസിറ്റിൽ നിന്നും ഡബിൾ ലൈനായിട്ട് 3 എണ്ണം കൊടുക്കുക. ഡബിൾ ലൈൻ വരച്ച് നമ്മൾ 3 കള്ളികളായിട്ട് തിരിച്ചിട്ടുണ്ട്. ആ 3 കള്ളികളുടെ ഇടയിൽ കൂടി 3 ലൈന് ചെരിച്ചിട്ട് തന്നെ 2 ഭാഗത്തു നിന്നും ഇട്ട് കൊടുക്കുക. ആ ഡബിൾ ലൈൻ കൊടുത്തില്ലേ ആദ്യം, ആ ഡബിൾ ലൈനിൻ്റെ ഉള്ളിൽ തിക്ക് ചെയ്ത് കൊടുക്കുക. ഡബിൾ ലൈൻ നമ്മൾ ചെരിച്ചിട്ട് 2 ഭാഗത്തു നിന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ഭാഗത്തുള്ള ഡബിൾ ലൈന് തിക്ക് ചെയ്ത് കൊടുക്കുക. ഡബിൾ ലൈനിൻ്റെ നടുവിലൂടെ വരച്ച ലൈൻസില്ലേ അതുമേലൊക്കെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. അടുത്ത ഗ്രിഡ്സ് നോക്കാൻ പോണത് ഇത് നോക്കാം നമുക്ക്. എനിക്ക് ഓർമ്മയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിത് കുറേ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ അതിന് തന്നെ ബോക്സ് വരച്ച് ചെരിച്ച് തന്നെ ലൈൻ കൊടുത്ത് ഒരു 3 ലൈൻ കൊടുക്കുക. അതുപോലെ തന്നെ ഓപ്പോസിറ്റിൽ നിന്നും കൊടുക്കുക. തിൻ ലൈനാണ് കേട്ടോ വരക്കണേ, ആദ്യം തന്നെ വരക്കണേ. എന്നിട്ട് അപ്സ് കൊടുക്കുക. ഈ ലൈൻസ് എളുമ്പോഴൊക്കെ അപ്സ് കൊടുക്കുക. നമ്മൾ ഓപ്പോസിറ്റിൽ നിന്ന് വരച്ചതൊന്നും എല്ലായിടത്തും ഈ അപ്സ് കൊടുക്കുക. നമ്മൾ ആദ്യം വരച്ച ലൈൻസിലൊക്കെ അപ്സ് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ നടുവിൽ കൂടി ഒരു ലൈൻ കൊടുക്കുക. തിൻ ലൈൻ തന്നെ ഓപ്പോസിറ്റിൽ നിന്ന് കൊടുക്കുക, ചെരിച്ചും കൊടുക്കുക. എന്നിട്ട് ആ നടുവിൽ ഒരു ഡോട്ട്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. ലാസ്റ്റ് പിന്നെ ഓപ്പോസിറ്റിൽ നിന്നും അതിന് തിരിച്ചരച്ച് പിന്നെ ഓപ്പോസിറ്റിൽ നിന്ന് വരച്ചതിന് ശേഷം നടുവിൽ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ ഈ ഗ്രിഡ്സ്. നമുക്ക് ഞാൻ അടുത്ത ഗ്രിഡ്സ് ഏതെന്ന് നോക്കാം. അടുത്ത ബോക്സ് വരച്ച് നേരെ ലൈൻ കൊടുക്കുക. അതുപോലെ തന്നെ ഓപ്പോസിറ്റിൽ നിന്നും നേരെ ലൈൻ കൊടുക്കുക. എന്നിട്ട് ആ ലൈൻസ് കൊടുത്തതിൻ്റെ ഏറ്റവും ഭാഗത്തുനിന്ന് ടിയർ ഡ്രോപ്സ് ആണ് കേട്ടോ വരക്കണത്. അല്ലെങ്കിൽ ഡോട്ട്സ് ആയാലും ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ വരച്ചെടുക്കുക. ഒരു പൂ പോലെ ഇരിക്കുക കണ്ടു കഴിഞ്ഞാൽ. ഈ ടിയർ ഡ്രോപ്സ് ഫുള്ളായിട്ട് വരച്ചതിന് ശേഷം മേൽഭാഗത്തും ടിയർ ഡ്രോപ്സ് വരക്കട്ടെ. പക്ഷെ ഞാൻ വരച്ചിട്ടില്ല. 2 ഭാഗത്ത് ഞാൻ ഇങ്ങനെ ഒഴിച്ചിട്ട് 3 ഭാഗം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അടുത്ത ഗ്രിഡ്സ് നമുക്ക് നോക്കാം കേട്ടോ. ഇത്ര ഉള്ള ഈ ഗ്രിഡ്സ്. അപ്പം അടുത്ത ഗ്രിഡ്സ് ഒരു ബോക്സ് വരച്ചിട്ട് 5 ലൈൻ ചെരിച്ച് വരച്ചു കൊടുക്കുക ആദ്യം തന്നെ. എന്നിട്ട് അതേപോലെ തന്നെ ഓപ്പോസിറ്റിൽ നിന്നും 5 ലൈൻ ചെരിച്ച് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു മൂല ഭാഗം ഉണ്ടാവുമല്ലോ നമ്മൾ ലൈൻ വരക്കണതിൻ്റെ ആ ഒരു മൂല ഭാഗത്തായിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ കള്ളി വരച്ചതിന് ശേഷം ആ ഒരു മൂല ഭാഗത്തായിട്ടുണ്ട് ഡോട്ട്സ് വരേണ്ടത്.
ഇതണ്ട ഇങ്ങനെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. ഞാൻ അടുത്തതും ഗ്രിഡ്സ് അറിയണം. അത് കഴിഞ്ഞിട്ടാണ് ലീഫ് വരുന്നത് കേട്ടോ. ലീഫ് കഴിഞ്ഞിട്ടാണ് ഗ്രിഡ്സ് എടുക്കേണ്ടത്. പക്ഷെ ഞാൻ ഇടയിൽ ഗ്രിഡ്സ് എടുത്ത്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു.